മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം 2 തിമോത്തി 4:10. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. ഉന്നതമായ ആശയങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച ചിലർ പിൽക്കാലത്തെ ലക്ഷ്യവും ജീവിത പ്രമാണവും ഉപേക്ഷിച്ച് ജീവിതം താറുമാറാക്കിയ സംഭവങ്ങളുണ്ട്. പ്രയാസങ്ങളും എതിർപ്പുകളും ജീവിതത്തെ അലട്ടുമ്പോൾ ഏത് വിധേയമായാലും ജീവിച്ചാൽ മതി എന്ന രീതിയിലാവും. മധ്യവയസ്കർക്കാണ് ഈ അപകടം അധികം ബാധിക്കുന്നത്. ഒരിക്കൽ നാം ബഹുമാന്യമെന്ന് അംഗീകരിച്ച ആദർശങ്ങൾ ഒറ്റപ്പെട്ട ചില ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം ഉപേക്ഷിക്കരുത്. ദേമാസ് ജീവിതത്തിൽ നല്ല ആരംഭമിട്ടെങ്കിലും അന്ത്യമേറ്റം പരിതാപകരമായിരുന്നു. പൗലോസ് റോമിൽ ജയിൽവാസം അനുഭവിക്കുമ്പോൾ ദേമാസും കൂടെ ഉണ്ടായിരുന്നു. ഫിലമോന്റെ ലേഖനത്തിൽ പൗലോസ് ദേമാസിനെ അഭിനന്ദിച്ചു. പിന്നീട് കൊളോസ്യർക്ക് എഴുതുമ്പോൾ ദേമാസ് കൂടെയുണ്ട് എന്ന് മാത്രം എഴുതിയതിനു ശേഷം തിമോത്തിയോസിന് എഴുതുമ്പോൾ ദേമാസ് ലോകസ്നേഹിയായി തെസ്സലോനിക്കയിലേക്ക് പോയി എന്നെഴുതി. തെസ്സലോനിക്കയിൽ ഒരു ക്ഷേത്ര പൂജാരിയായി അവസാന കാലം കഴിച്ചു എന്നാണ് പാരമ്പര്യം. നല്ല ആരംഭവും ലക്ഷ്യവും മാത്രം പോരാ, ദിനം തോറുമുള്ള ജീവിതനിഷ്ഠയും ക്രമീകരണവും വേണം. ജീവിതകാലം ജാഗ്രതയോടെ ഉപയോഗിച്ചാൽ മാത്രമേ അവസാന കാലം ക്രമമായിരിക്കുകയുള്ളൂ. എന്നുമുള്ള കുടുംബ പ്രാർത്ഥന, ക്രൈസ്തവ കൂട്ടായ്മ, ബൈബിൾ പഠനം മുതലായ അത്യാവശ്യ ഘടകങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോയുള്ള വിശ്വാസം മങ്ങിപ്പോകാതെ മനസ്സിൽ പുതുക്കി ഉറപ്പിക്കണം. ഒരാഴ്ചത്തേക്കുള്ള വായു ഒരുമിച്ച് ശ്വസിക്കുവാനും 1 മാസത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണം ഒരു ദിവസം കൊണ്ട് ഭക്ഷിക്കുവാനും സാധിക്കുകയില്ല. വായുവും ഭക്ഷണവും ആവശ്യമായിരിക്കുന്ന പോലെ ആത്മീയ ജീവിതത്തിലുള്ള പോഷണവും നമുക്ക് ആവശ്യമാണ്. ക്രിസ്ത്യാനി നിരന്തര ജാഗ്രത പാലിക്കണം. വീഴുവാൻ എപ്പോഴും സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.